ബി.ജെ.പി. വക്താവ് ശ്രീ കേണൽ ഡിന്നി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കേണൽ ഡിന്നി, ഇന്ന് നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രധാനമന്ത്രിയുടെ പിറന്നാളാണ്. 75ാം പിറന്നാൾ ആഘോഷം ബി.ജെ.പി. വലിയ ഒരു ആഘോഷമായി തന്നെയാണ് കൊണ്ടാടുന്നത്. അതിനിടയിലാണ് രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സത്യത്തിൽ നിലനിന്നിരുന്ന ഫ്രിക്ഷൻ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളൊക്കെ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആശംസ ഒരു സാധാരണ ആശംസ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ആശംസ എന്നതിനപ്പുറത്തേക്ക് ഈ ഫ്രിക്ഷനിൽ ഒരു നിർണായക ഫ്രിക്ഷൻ പരിഹരിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും മാം. പക്ഷെ അതിന് മുൻപ് മാം ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അല്ല, ഞാനത് ബി.ജെ.പി. വലിയ ആഘോഷമാക്കുന്നതുകൊണ്ടാണ്. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അതാണ് ഞാൻ തിരുത്തിയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പിറന്നാളാണ്, നമുക്കൊക്കെ സന്തോഷമാണ്. അതെ, ആക്സെപ്റ്റഡ്. അത് കറക്റ്റ് ആണ് മാം പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ അതെ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ബി.ജെ.പി. അത് വലിയ ആഘോഷമാക്കുന്നു എന്ന നിലയ്ക്ക് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ ഫൈൻ. ബി.ജെ.പി. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വരെ വിളിച്ച് വിഷ് ചെയ്യണമെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതിനകത്ത് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പം ബി.ജെ.പിയുടെ മാത്രമല്ല എന്നുള്ളത് ഒരു കാര്യം മാം തന്നെ അത് പറഞ്ഞു. എനിവേ, ഇതിന്റെ ഒരു വിഷയം നമ്മളെ ഇന്നത്തെ ഈ ഒരു പ്രസിഡന്റ് ട്രംപിന്റെ ട്വീറ്റും അതിന് മറുപടിയായിട്ടുള്ള പ്രൈം മിനിസ്റ്ററിന്റെ ട്വീറ്റും ഒക്കെ കാണുന്നത് നമ്മൾ ഈ പല കാര്യത്തിലും നമ്മളിപ്പോ ഡിപ്ലോമസി അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മളിപ്പം ലോകത്തെ എല്ലാ സ്ഥലത്തും കാണുകയാണ്, ഇൻക്ലൂഡിങ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളിലായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് വഷളായി പോകുന്നതും എന്തൊക്കെ രീതിയിലേക്ക് യുദ്ധത്തിൽ വരെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം തൊട്ട് ഇപ്പോൾ വരെ ഒരു ഡിപ്ലോമസി എങ്ങനെയാണ് വളരെ മെച്യൂർ ആയിട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വിവേകം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക, വികാരത്തിന് പകരം വിവേകം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വിട്ടുവീഴ്ച നൽകില്ല എന്ന മാന്യതയുടെ ഒരു ഡിപ്ലോമസി. അതായത് എന്തൊക്കെ പറഞ്ഞാലും ആ മാന്യത കളയാതെ, ആ രീതിയിലുള്ള സെൽഫ് റെസ്പെക്ട് കളയാത്ത രീതിയിലുള്ള ഡിപ്ലോമസിയുടെ ഒരു ഫലമാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് പോലുള്ള ഒരു പ്രസിഡന്റ്. അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സമീപനം. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദിയെ സംബന്ധിച്ചോളം ആ ഒരു ട്വീറ്റ് മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം വളരെയേറെ ആളുകളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അന്ന് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് വീണ്ടും ഇന്ത്യയും അമേരിക്കയും ഒരു ട്രേഡിന്റെ ഡീൽസിനെ കുറിച്ച് സംസാരിച്ചു വരുന്നുണ്ട്. അത് ഏകദേശം ഒരു ഫൈനലൈസ് സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാരതം എത്രമാത്രം മെച്ചോർ, എത്രമാത്രം ഒരു വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നും കൂടെ നമ്മളത് കാണേണ്ട കാര്യമാണ്. കാരണം മുൻകാലങ്ങളിൽ ഞാൻ പറയുന്നില്ല നമ്മളെല്ലാ ക്രെഡിറ്റും ബി.ജെ.പി. സർക്കാർ അങ്ങനല്ല. നമ്മൾ മുൻകാലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത്രയും ടഫായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അതിന്റെ നേരത്തെ എന്റെ മുൻപ് സംസാരിച്ച ആ വ്യക്തിയും അത് തന്നെ പറയും. നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായപ്പം നമ്മൾ മാന്യത കളയാതെ തന്നെ ചൈനയിൽ പോയിട്ട് ചൈന, റഷ്യ, ഇന്ത്യ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് ആ മെസ്സേജ് കിട്ടി. അതായത് അവരെന്താണോ ആഗ്രഹിക്കാത്തത്, ഭാരതത്തെ പോലുള്ള രാജ്യം റഷ്യ ചൈന ബ്ലോക്കിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും വലിയ നഷ്ടം ഉണ്ടാവും എന്നുള്ള ഒരു വിഷൻ അവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അത് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഒരു ഫ്രണ്ട്ലി ട്വീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഫ്രണ്ട്ലി ജസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദിയും അതിനെ തിരിച്ച് അതേപോലെ റെസിപ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാരതത്തിന്റെ ഇന്നത്തെ ആ വളർന്നു വരുന്ന സ്റ്റാച്ചറാണ്. അത് ഇക്കോണമിക് ആയിട്ടാലും ശരി, മിലിറ്ററി ആയാലും ശരി, മറ്റു രീതിയിലുള്ള നമ്മൾ ആ വളർച്ചയുടെ ഒരു ഭാഗം കൂടി, ഒരു അംഗീകാരം കൂടിയാണ് അമേരിക്ക പോലുള്ള രാജ്യം നമ്മളെ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയതും നമ്മളെ പ്രഷറൈസ് ചെയ്യാൻ നോക്കിയിട്ടും നമ്മൾ അതിന് വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് വന്ന്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിജിയുടെ പ്രത്യേകം ആ ഒരു അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും കൂടെ അതിനകത്ത് ഒരു ഫാക്ടറാണ്. അത് വളരെ ശ്രദ്ധേയമായി തോന്നുന്ന ഒരു കാര്യം. ഒരു പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങൾ അത് സംസാരിക്കുകയായിരുന്നു. ട്രംപിന്റെ ഒരു കോൾ എന്ന് പറയുന്നത് ഏത് ലോകരാജ്യത്തെ സംബന്ധിച്ചും, ഇപ്പോൾ ചൈന ഒഴിച്ച് ഏത് ലോകരാജ്യത്തെ സംബന്ധിച്ചും ട്രംപിൻ്റെ ഒരു കോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ട്രംപ് വിളിച്ചിട്ടും ഇന്ത്യ അതിന് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ മോദി ആ കോൾ സ്വീകരിച്ചില്ല എന്നത് ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയമോ ആരും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ എടുത്ത ശക്തമായ നിലപാട് ഈ യു ടേണിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ?
അബ്സല്യൂട്ട്ലി മാം നോക്കൂ, ഇതിനു മുൻപും പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദി വളരെ ടഫ് നെഗോഷിയേറ്റർ ആണെന്ന്. വളരെ ടഫ്, അദ്ദേഹം ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടഫ് നെഗോഷിയേറ്റർ പ്രൈം മിനിസ്റ്റർ മോദിയാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മാന്യത കളയാതെ അനാവശ്യ വർത്തമാനം ചെയ്യാതെ പബ്ലിക്കായിട്ട് വലിയ രീതിയിലുള്ള ഒരു രീതിയിൽ എന്താ പറഞ്ഞ ഒരു ഹൈപ്പ് ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു രീതിയിലേക്കുള്ള ഒരു ഹൈപ്പോ ട്രെൻഡിങ്ങോ എന്നുള്ള രീതിയിലേക്ക് മാറ്റാതെ നമ്മളെ നയം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി. അത് മാം പറഞ്ഞ പോലെ ഫോൺ എടുക്കാത്തതായാലും ശരി, നമ്മൾ ഇവിടുന്ന് ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള സംസാരമായാലും ശരി, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റ് കരാറുകളായാലും ശരി, അതുപോലെ തന്നെ ഇന്ത്യയുടെ രീതിയിലേക്കുള്ള മറ്റ് മാർക്കറ്റ്സിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു ഇനിഷ്യേറ്റീവ്സ് എടുക്കുക ശരി, ഇതെല്ലാം. അപ്പം ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പേരെടുക്കാതെ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി അതിനെല്ലാം അറിയാം. നമ്മളെ പാർലമെന്റിൽ തന്നെയാണ് പറഞ്ഞത്, എന്റെ അടുത്ത് ഒരു രാജ്യത്തെ തലവനും ഓപ്പറേഷൻ സിന്ധു സമയത്ത് സംസാരിച്ച് ഒരു സീസ് ഫയറിലേക്ക് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അപ്പൊ അവിടെയും അദ്ദേഹത്തിന്റെ പേരെടുത്തില്ല, പക്ഷെ ആ മെസ്സേജ് കൺവേ ചെയ്തു. അപ്പം ഇതൊരു ഡിപ്ലോമസിയിൽ ഒരു ലെസൺ ആണത്. എങ്ങനെയാണ് ഈ രീതിയിലേക്കും നമുക്ക് ഡിപ്ലോമസി ചെയ്യാം. നമ്മളെക്കാട്ടിയും എന്താ പറഞ്ഞ ഒരു ടഫായിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടി ഇപ്പൊ ഒരു US എന്ന് പറഞ്ഞാൽ സൂപ്പർ പവർ ആണ്. ആ സൂപ്പർ പവർ രാജ്യങ്ങൾ പോലും നമുക്ക് എങ്ങനെയാണ് നമ്മളെ രീതിയിലേക്ക്, നമ്മളെ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ആളുകൾ പഠിക്കും. ഇത് ഒരു ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ ഇതൊരു ഒരു പാഠപുസ്തകമായിട്ട് തന്നെ മാറും. എങ്ങനെയാണ് ഒരു മൈറ്റി US-നെ, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു പ്രസിഡന്റിന്റെ എന്താ പറയുക എല്ലാ കാഴ്ചപ്പാടുകളും ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ നമ്മളെ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ റിലേഷൻസും ഡിപ്ലോമസിയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്നതിന്റെ എക്സാക്ട് മീനിങ് എന്താണെന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ശരി, വളരെ നന്ദി കെനൽ ഡിനി പ്രതികരിച്ചതിനും വിശദമായി സംസാരിച്ചതിനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആശംസാ സന്ദേശം എത്തിയിരിക്കുന്നു. അതിനുള്ള മറുപടി വരുമ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ഫ്രിക്ഷൻ, അതിൻ്റെ അന്തരീക്ഷം മാറുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്.